ആരാണ് ഈ വിനു? എൻ്റെ കൂട്ടുകാരന്. എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു ടെസ്റ്റ് എടുക്കാൻ കാരണം? അല്ല, അവൻ ഗൾഫിലാണ്. അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞിട്ട് ചെയ്തതാ. ഡോക്ടർ എന്തെങ്കിലും? ഇയാൾക്ക് കുട്ടികളുണ്ടാവില്ല ഇനി ഞാൻ വിചാരിച്ചാലും. വേണമെങ്കിൽ ഒരു യൂറോളജിസ്റ്റിനെ കണ്ട് ട്രീറ്റ്മെന്റ് എടുക്കാം. പക്ഷേ ഹോപ്പ്ലെസ് കണ്ടീഷനാണ്. അടുത്ത ആഴ്ച എൻ്റെ കല്യാണമാണ്. കഷ്ടം. ഗുരുവായൂരിനടുത്ത് ഇരിങ്ങാപുരത്തു നിന്നാണ് കല്യാണം കഴിക്കുന്നത്, അറിയില്ലേ? എനിക്ക് ആ പയ്യന്റെ കാര്യം ആലോചിക്കുമ്പോൾ വലിയ വിഷമമുണ്ട്. എന്ത് ചെയ്യാനാ? 28-ാം തീയതി ഞായറാഴ്ച ഗുരുവായൂർ വെച്ചാണ് കല്യാണം, ശ്രീപാർവതി ഓഡിറ്റോറിയം. എല്ലാം ഒന്ന് ചുരുക്കത്തി ചെയ്യുന്നതാ നല്ലത്. പെണ്ണിന്റെ പേര് അഞ്ജലിന്നാ. അവളോട് കാര്യങ്ങൾ പറയുന്നത് നല്ലതായിരിക്കും. അഞ്ജലിയുടെ ചേട്ടൻ ആനന്ദൻ ഭയങ്കര ദേഷ്യക്കാരനാ. ഇപ്പൊ ലീവിന് നാട്ടിൽ വന്നിട്ടുണ്ട്. എന്നാലും അറിയിച്ചോളൂ, വെറുതെ അയാളുടെ ലീവ് കളയണ്ടല്ലോ. എന്താ ചേഞ്ച് റോസ് വീട്ടിൽ ഒരു ചേഞ്ച്? ഈ മണ്ടം കൂടെ എന്തൊക്കെ പറഞ്ഞിട്ട് അവരൊന്നും മനസ്സിലായിട്ടില്ല. അതെന്താ അത്രയ്ക്ക് പൊട്ടനാള്? ഇയാള് പഠിച്ചെന്ന് ഡോക്ടർ അതല്ല, ഇയാള് സ്ക്രാച്ച് ആവാൻ വഴി ആയതാ. നീ വണ്ടി എടു, വേറെ എന്തെങ്കിലും വഴി നോക്കാം. ഓ അല്ല, നമ്മളിതിവിടെ ആരെ കാണാൻ വന്നാ? നിനക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? അഞ്ജലിയുടെ പഴയ കാമുകൻ. കാമുകനല്ല, കാമുകനെ പോലെ പിന്നാലെ നടന്ന. പിന്നാലെ നടന്ന കാമുകനാവോ? വളയൊന്നും വേണ്ടേ? എടാ, അഡ്വക്കേറ്റ് സൈക്കാട്രിസ്റ്റ് ജോർജ് എൽ. അഡ്വക്കേറ്റ് സൈക്കാട്രിസ്റ്റ്? ജോർജിന് അഞ്ജലി ഇഷ്ടമായിരുന്നു എന്നും പ്രപ്പോസ് ചെയ്ത് കുറേ പുറകെ നടന്നിട്ടുണ്ടെന്നും ഒക്കെ ഞങ്ങൾക്കറിയാം. അതൊക്കെ ഒരുപാട് പഴയ കാര്യങ്ങളല്ലോ. പക്ഷേ ഉള്ളിലുള്ള പ്രണയമൊന്നും അങ്ങനെ പോവില്ലല്ലോ. വാടിക്കരിഞ്ഞ് പോയിടോ. അവക്കിപ്പോൾ എന്നെ കാണുമ്പോൾ ദേഷ്യമോ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അതിനുശേഷം ജോർജിന് പ്രേമം ഉണ്ടായിട്ടുണ്ടോ? ഓഫ് കോഴ്സ് ഇല്ല. അതാണ് ആത്മാർത്ഥ പ്രണയമായാൽ ഇങ്ങനെ ഇരിക്കും. ആത്മാർത്ഥ പ്രണയം നീ എന്റെ കൂടെ വയോ, നമുക്കെടുക്കാം. ഓയോ, രാത്രിയിൽ നീ എനിക്കൊരു കട്ടൻ, ഞാൻ നിനക്കൊരു കൂട്ടൻ. എന്റെ മട്ടൻ എല്ലാം വാടിക്കരിഞ്ഞ് പോയിടും. ഓക്കെ, എന്ത് കരിഞ്ഞെന്ന്? എത്ര കരിഞ്ഞതാണെങ്കിലും കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ ഒഴിച്ച് ലേശം വളമൊക്കെ ഇട്ട് കൊടുത്താൽ പഴയ ഇഷ്ടം പൂക്കും കായ്ക്കും അല്ലേ? അവളുടെ കല്യാണമൊക്കെ ആയിരിക്കില്ല. എന്ത് കല്യാണം? കല്യാണത്തെക്കാൾ വലുതാണ് ജോർജിന്റെ ആത്മാർത്ഥ പ്രണയം. കെട്ടാൻ പോണ ചെക്കൻ്റെ വീട്ടിൽ ചെന്ന് ജോർജ് ആരാന്നും ജോർജിന്റെ പ്രേമത്തിന്റെ ആഴെത്രയെന്നും നമുക്ക് അറിയിക്കണ്ടേ? എന്നിട്ട് കല്യാണത്തിന് പിന്മാറിയില്ലെങ്കിൽ അച്ഛന്റെ കാല് തല്ലി ഓടിക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഷോ. പിന്നെ കുറച്ച് ഫോണൊക്കെ നിറഞ്ഞ് കുറച്ച് ടെററാക്കല്ലോ നമുക്ക്. അതൊക്കെ മോശമല്ലേ? അഞ്ജലിക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യണ്ടേ ജോർജ്? അതിനും മാത്രമുള്ള ക്വാളിറ്റി ഒന്നും ഇല്ല അവക്ക്. നിങ്ങൾ പറ, സൗന്ദര്യം ഉണ്ടാവും? ഇല്ല ഇല്ല. അവളുടെ സ്വഭാവം നല്ല സ്വഭാവം അല്ല. പോട്ടെ, യഥാർത്ഥ സ്നേഹം തിരിച്ചറിയാനുള്ളൊരു മനസ്സവക്കുണ്ടോ? പിന്നെ ഈ പ്രേമിക്കുന്നതൊക്കെ പോട്ടെ, അതൊക്കെ അറിയാതെ സംഭവിക്കുന്നില്ലേ. പക്ഷെ കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രം ഇല്ല അവള്. പിന്നെ കെട്ടും. മറ്റേ പെണ്ണ് കിട്ടാതെ മറ്റേ മൂക്കളെ ഒലിപ്പിച്ച് വാല കോല എന്നൊക്കെ നടക്കണ കുറെ ലൂസേഴ്സ് ഇല്ലേ, അവന്മാർക്ക് കിട്ടും. സത്യം, ഇവന്റെ ചേട്ടനാ. ഇന്നുണ്ട് 2 ദിവസം കഴിഞ്ഞ് വിവാഹിതരാകുന്നു. കളറാണല്ലോ ഇത്. മിക്കവാറും കല്യാണത്തിന് തന്നെ വലിയ ഫുൾ പേജ് പരസ്യമായിരിക്കും. മിന്നൽ മുരളിയും ലൂസിഫറും പോലെ. വിനു വേർഡ്സ് അഞ്ജലി. ഏട്ടാ, ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം ചെയ്യട്ടെ? എന്താ? ഏട്ടൻ അഞ്ജലിനോട് ഒട്ടും ഇഷ്ടം തോന്നിയിട്ടില്ലേ? എന്താടാ? അല്ല, കല്യാണം വേണ്ടെന്ന് തീരുമാനം എടുക്കുമ്പോൾ എന്തായാലും അഞ്ജലിനെ കുറിച്ച് ഓർത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ വിഷമം തോന്നിയിട്ടില്ലേ? മനസ്സിൽ ഇഷ്ടമുണ്ടെങ്കിൽ എന്തായാലും തോന്നിയിട്ടുണ്ടാവും. ചിലപ്പോഴൊക്കെ ചില ഇഷ്ടങ്ങളൊക്കെ വേണ്ടാന്ന് നോക്കേണ്ടി വരും.
കൂടുതൽ പ്രശ്നത്തിലേക്കും വിഷമത്തിലേക്കൊക്കെ പോകുന്നതിനും ഇതിങ്ങനെ അങ്ങ് തീരുന്നതാണ് നല്ലത്. പെണ്ണിന്റെ ആങ്ങള വടിയായാലും കല്യാണം നടക്കില്ലല്ലോ. ഷംസു, നടക്കുന്ന വല്ല ഐഡിയ ഉണ്ടെങ്കിൽ പറ, അല്ലാതെ ആനന്ദേട്ടനെ വെച്ച് കോമഡി അടിക്കരുത്. ഓഹോ, ആനന്ദനെ പറഞ്ഞപ്പോ ഇപ്പൊ ഷംസുനാണോ കുറ്റം? എടാ ഞാൻ എത്ര നെഗറ്റീവ് ഐഡിയ പറഞ്ഞ, അതൊക്കെ ചീറ്റി പോയത് എന്റെ കുറ്റം കൊണ്ടാ. എന്നാ നീ പറ, നിന്റെ എല്ലാ ഐഡിയ പറ. എനിക്ക് ആലോചിച്ചിട്ടൊന്നും കിട്ടിയില്ല. അല്ലെങ്കിൽ നാട്ടുകാരുടെ കല്യാണമൊക്കെ മുടക്കാൻ വലിയ ഐഡിയ ആണല്ലോ, സ്വന്തം കാര്യം വന്നപ്പോൾ ഐഡിയ ഇല്ല. അതിന് ഏട്ടനാണ് കല്യാണം മുടക്കിയേ? മുടക്കാൻ വേണ്ടി ചെയ്തതല്ല, കല്യാണപ്പണി കൊടുത്തതാ നിന്റെ ചേട്ടൻ. കോളേജ് കഴിഞ്ഞ് ഞങ്ങളുടെ ഗ്യാങ്ങിൽ ആദ്യം കല്യാണം കഴിക്കുന്ന ശരവണന്. അന്ന് നിന്റെ ചേട്ടന് വലിയ ആവേശമായിരുന്നു കല്യാണപ്പണി കൊടുക്കാൻ വേണ്ടി. ആദ്യ രാത്രി കുടിക്കാനുള്ള പാലിലെ ഇവൻ കാന്താരി കലക്കി കൊടുത്തു. എന്നിട്ട് സാധാരണ നമ്മളൊക്കെ പാല് കുടിക്കുകയല്ലേ ചെയ്യാറ്. ശരവണൻ ആ പാല് വെച്ച് മറ്റെന്തോ ചെയ്തു. കല്യാണപ്പെണ്ണ് അലറി കഥകും തുറന്ന ഒരൊറ്റ ഓട്ടമായിരുന്നു. പിന്നീട് അവളെ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. എന്നാലും ശരവണ്ണ എന്താ ചെയ്തിട്ടുണ്ടാവുക പാലും വെച്ചിട്ട്? അതാണോ അവിടുത്തെ വിഷയം? നിന്നെയൊക്കെ കൂടെ കൂട്ടിയില്ലായിരുന്നെങ്കിൽ കല്യാണം പണ്ടേ മുടങ്ങിയത്. ഇനി ഈ അവസാന ദിവസം ഏത് അപരാധം പിടിച്ചവൻ വിചാരിച്ചാലാണോ ഇതൊന്ന് മുടക്കാൻ പറ്റുക? മായൻകുട്ടി, നമ്മുടെ മായൻകുട്ടി. ഇവന്റെ കാര്യം നേരത്തെ ഓർത്തില്ലല്ലോ. നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും കാത്തിരിക്കേണ്ട വരില്ലായിരുന്നു. അതാര്? മായൻകുട്ടി ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ച മായൻകുട്ടി ബി. എത്ര കാലാടാ കണ്ടിട്ട്? എന്നാലും ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ ഞങ്ങൾ ഓർത്തല്ലോ. ഇത് വിനുവിന് വാങ്ങിച്ചതാ, ഹാപ്പി മാരീഡ് ലൈഫ്. ആ, അതേ കൊടുത്തോളാം, എൻ്റെ വീട്ടിലേക്കുള്ള ആളോ. മായൻകുട്ടി, നിന്നെ ഞങ്ങൾ ഈ കല്യാണത്തിന് വിളിച്ചത് മുടക്കാന്. അപ്പം നിങ്ങൾ എന്നെ കല്യാണത്തിന് വിളിച്ചല്ല കൊണ്ടാ? അല്ല, എന്തിനറിഞ്ഞ്? അതിൻ്റെ അകത്ത് 2 കരിന്തകളേനു, ചെറിയ വിഷമുള്ളൂ. മായൻകുട്ടി, എടാ നിന്നെയാണാ ഞങ്ങൾ നോക്കി നടന്നിരുന്നത്. ആനന്ദേട്ടാ, എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. മീൻ വരയിട്ട് പറിക്കണമെന്നല്ലേ? ഞാൻ ഏറ്റു. ഈ കല്യാണത്തിന് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്തുറ്റ്? കല്യാണത്തെക്കുറിച്ച് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം. ഇതെന്താണ്? ആനന്ദേട്ടാ, ആ മുമ്പ് എനിക്കൊരു വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഏട്ടത്തമ്മയല്ലേ വിനോദിന്റെ പഴയ കാമുകി അല്ലേ? അപ്പോൾ അതാണ് വിനോദിനെ കല്യാണത്തിന് പിന്മാറാൻ തീരുമാനിച്ചതല്ലേ? നീ ഇതെങ്ങനെ അറിഞ്ഞു? ഏട്ടത്തമ്മ എന്നോട് പറഞ്ഞു. പാർവതി എന്ത് പറഞ്ഞു? നിങ്ങൾ രണ്ടുപേരും ഈ കല്യാണം മുടക്കാൻ ആഗ്രഹിക്കുന്നത്, പക്ഷെ വിനോദിനെ മനസ്സിലാക്കാതെ തോന്നുന്നല്ലോ ഈ എന്നെ. പഴയ കാര്യങ്ങളൊന്നും ഇനി എന്നെ ബാധിക്കില്ല. ആരെന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുകയില്ല. ഇവിടെ നഞ്ചലയുടെ വീട്ടിലേക്ക് എത്ര ദൂരമുണ്ട്? അതെന്തിനാടാ? ഷംസു ഈ പറയ്. ഒരു 8-10 കിലോമീറ്റർ ആണ്. 8-10. പോകുന്ന വഴിക്ക് വല്ല കോളേജോ സ്കൂളോ പള്ളിയോ അമ്പലോ ഉത്സവ പരിപാടികൾ, അങ്ങനെ പാർട്ടി പരിപാടികൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതും കല്യാണം എന്താണോ ബന്ധം? ഷംസോ? ആ, ഇല്ല, അതൊന്നുമില്ല.
ഞാൻ ആനന്ദേട്ടനെ കണ്ടിട്ട് വരാം. എന്തിനാ? എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമാണെന്ന് പറയാൻ. നമ്മളെ ഇനി ആർക്കും പിരിക്കാൻ കഴിയില്ല പാർവതി. അപ്പം ഞാൻ പോയി കല്യാണം മുടക്കിയിട്ട് വരാം. വിനു ഒരു മിടുക്കനാ. അവൻ എത്ര പെട്ടെന്ന് ആനന്ദനെ മാറ്റിയെടുത്തെന്ന് നോക്കി. ആരാ? ഐ ആം മായൻകുട്ടി വി. മിസ്റ്റർ ആനന്ദൻ. അതെ. ഭാര്യ പാർവതി. കാര്യം പറ. താങ്കളുടെ സഹോദരി അഞ്ജലിയെ കെട്ടാൻ പോകുന്നത് കൈതോലപ്പറമ്പിൽ വിനു രാമചന്ദ്രൻ. ആണെങ്കിൽ അതേ വിനു തന്നെയാണ് താങ്കളുടെ ഭാര്യയുടെ കാമുകൻ. കാമുകൻ. നിന്നെയായിരുന്നല്ലടാ തെണ്ടി ഞാൻ ഇത്രയും കാലം തേടി നടന്ന്. ആനന്ദേട്ടാ, നാറി അവന്റെ ഒരു സാരി ഫോണ് ഇതിനായിരുന്നല്ലടാ എന്നെ കൊണ്ട് അവളെ തിരിച്ചു വിളിപ്പിച്ചോണ്ട് വന്ന്. ഓ, അല്ലെങ്കിലും തിരിച്ചു വിളിച്ചത് ഞാനല്ലല്ലോ. നമുക്കെല്ലാം മറന്ന് പഴയതുപോലെ ജീവിക്കാം എന്ന് നീയല്ലേ അവളോട് പറഞ്ഞു. ആനന്ദേട്ട കാര്യങ്ങൾ അറിഞ്ഞിട്ട് സംസാരിക്കില്ലെങ്കിൽ വായടക്കി. എന്റെ വീട്ടുമുറ്റത്ത് നിന്ന് എന്നോട് വായടക്കാൻ പറയാൻ നീ ആരാടാ ഊളെ? തെണ്ടിത്തരം പറഞ്ഞ പിന്നെ മിണ്ടാതിരിക്കണം. പിന്നെ എന്നെ ചതിച്ചെന്റെ കുടുംബം കുട്ടിച്ചോറക്കാമെന്ന് നിന്നോട് ഞാൻ പറയാം. എന്ത് പറയണം? വിനു, ഈ കല്യാണം നീ അങ്ങ് മറന്നേക്ക്. ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ കല്യാണം നടക്കും. അതിന് ആരുടെ അനുവാദം വേണ്ട. ആ, എങ്കിൽ നീ വാ, അപ്പൊ കാണാം ഈ ആനന്ദൻ ആരാന്ന്. ഞാൻ വരും. എന്റെ പെങ്ങടെ കഴുത്തി താലി കെട്ടാൻ നീ വന്ന ആ തോളലിന് താഴെ നിന്റെ കൈ ഉണ്ടാവില്ല. അഞ്ജലിക്ക് എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് പറഞ്ഞ ദിവസം നിശ്ചയിച്ച സമയത്ത് ഞാൻ അവളുടെ കഴുത്തി താലി കെട്ടും. എന്നാ കാണാം, ഗുരുവായൂർ അമ്പല നടയിൽ വെച്ച് തന്നെ കാണാം. കാണാം.